ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുറുക്ക്. ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ ചെറിയൊരു കടിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുറുക്ക്. അതിന് വേണ്ടത് നമുക്ക് കടലമാവ്, അതുപോലെ തന്നെ അരിപ്പൊടി, അതുപോലെ തന്നെ ജീരകം, അതുപോലെ തന്നെ എള്ള്, അതുപോലെ തന്നെ ഉപ്പ്, അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി. നമുക്ക് ഇത് മുളക് പൊടി ചേർക്കാതെയും ഉണ്ടാക്കാം. അതായത് എരിവോട് കൂടിയും എരിവില്ലാതെയും നമുക്ക് മുറുക്കുണ്ടാക്കാവുന്നതാണ്. അതിനുള്ള അച്ചാണിത്. നിങ്ങളുടെ വീട്ടിലൊക്കെ സുലഭമായി കാണുമായിരിക്കും അച്ഛൻ. അതിനുള്ള അച്ഛൻ അതിന്റെ ഇതാണ് അതിന്റെ മുറുക്കിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന അതിന്റെ അച്ഛന്റെ ആ ഷേപ്പുള്ള സാധനം. അങ്ങനെ 5 ഇതിനകത്ത് 5 ഇതിന്റെ എന്നാ പറയുന്നത്, അതിന്റെ ആ മുറുക്ക് ഉണ്ടാക്കാനോ അങ്ങനെ മറ്റേ പക്കാവട ഉണ്ടാക്കാനോ അങ്ങനെ 5 വെറൈറ്റി സാധനമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എരിവോട് കൂടി ഉണ്ടാക്കാൻ പറ്റും, എരിവില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നത് എരിവുള്ളതും എരിവില്ലാത്തതുമായിട്ട് 2 രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കുഴച്ച് റെഡിയാക്കി വരേണ്ടതുണ്ട്. അപ്പോൾ കമ്പാക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കടലമാവ്, അരിപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, അതുപോലെ തന്നെ ജീരകം, എള്ള് ഇതെല്ലാം ഇട്ട് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല. ഇത് എരിവില്ലാത്ത രീതിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് നമ്മൾ ഇത് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ അച്ചിൻ്റെ അകത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് മുളക് പൊടി, എരിവുള്ളതോടുകൂടി എരിവ് വേണ്ടവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുളക് പൊടി ചേർത്തുള്ളതാണിത്. ഇതും സെയിം നമ്മൾ മറ്റേ ഇതിനകത്ത് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ അതായത് കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജീരകം, എള്ള് അതായിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അത്. അപ്പോൾ മുറുക്കിനുള്ളത് നമ്മൾ ഇവിടെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. എരിവുള്ളതും എരിവില്ലാത്തതും. ഇനി നമുക്കിത് ഈ അച്ചിൻ്റെ അകത്ത് തുറന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് മുറുക്കി നമ്മൾ എണ്ണയിലേക്ക് ചെയ്യുക. എണ്ണയിലേക്ക് നമ്മൾ എണ്ണ ശരിക്കും തിളച്ചിട്ട് വേണം നമ്മൾ ഇടാൻ കേട്ടോ. അതിത് വരുന്നുണ്ട് ഓൾറെഡി. എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ മുറുക്കിന്റെ അത് എണ്ണയിലേക്ക് ഇടാൻ. എണ്ണ നന്നായി അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മൊരിച്ചെടുക്കാവുന്നതാണ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് മുറുക്കുണ്ടാക്കുന്നത്. മുറുക്ക് നമ്മൾ ആ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിൽ മുറുക്ക്. പിന്നെ നമ്മൾ കരിയാപ്പില കണ്ടോ, കരിയാപ്പില നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് വെറുതെ ചുമ്മാ ഒരു രീതിക്ക് ഉണ്ടാക്കിയതാണ്. ഷേപ്പില്ലാത്ത വട്ടത്തിൽ നമ്മൾ ആക്കിയില്ലെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കേണ്ട രീതി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി ഒരു കാപ്പിക്കും ചായക്കും ഒക്കെ ചെറുകടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു ചായയും ഇതും കൂടെ കൊടുക്കാം. നമുക്കങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ സമയം പോലെ ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ഞുറുക്കാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ മേടിക്കുന്നതിനേക്കാളും നല്ല രുചിയുണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം. അതാണ് അതിനകത്ത് കാര്യം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.